കഴിഞ്ഞ തവണ 70,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് കെ.പി. ധനപാലൻ ചാലക്കുടിയിൽ വൻ വിജയം നേടിയത്. എന്നാൽ തൃശൂരിൽ ചിത്രം മറിച്ചായിരുന്നു. CPM-CPI തർക്കം രൂക്ഷമായിരുന്നിട്ടും ചാക്കോയ്ക്ക് അധികം നേടാനായത് 25,000 വോട്ട് മാത്രം. ഇത്തവണയാകട്ടെ ഇടതുപക്ഷം താരതമ്യേന ഭേദമാണ്. DCCയിൽ ഒരു വിഭാഗം ഇടഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. മത്സരിച്ചാൽ ജയസാധ്യത കുറവാണെന്ന ചാക്കോയ്ക്കുള്ള ബോധ്യമാണ് ചാലക്കുടിയിലേക്കുള്ള മാറ്റത്തിന് കാരണം. മണ്ഡലമാറ്റത്തിൽ തൃപ്തനല്ലെന്ന ധ്വനി ധനപാലന്റെ വാക്കുകളിലുമുണ്ട്. ഞാൻ തൃശ്ശൂരിൽ നിൽക്കുകയും ചാലക്കുടിയിൽ ചാക്കോ നിൽക്കുകയും ചെയ്താൽ 2 സീറ്റും ജയിക്കാനുള്ളൊരു അന്തരീക്ഷമുണ്ട്. അങ്ങനെ ഒരു മനസ്സാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. അത് ഒന്ന് അംഗീകരിക്കണം എന്ന് ശ്രീ A.K. ആന്റണിയും ശ്രീ രമേശ് ചെന്നിത്തല, KPC പ്രസിഡന്റ് സുധീരൻ, ശ്രീ ഉമ്മൻചാണ്ടി ഒരുമിച്ച് റിക്വസ്റ്റ് ചെയ്ത് അവസാനം നിങ്ങളെടുക്കുന്ന തീരുമാനം പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞു. തൃശൂർക്കാരെ മത്സരിപ്പിക്കണമെന്നായിരുന്നു DCCയിൽ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. ഐ ഗ്രൂപ്പ് ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെ സ്ഥാനാർത്ഥി ഇറക്കുമതിക്കെതിരെ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പുതിയ തീരുമാനത്തോട് DCCയിൽ ഐ ഗ്രൂപ്പ് എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാകും. അത് PC ചാക്കോയ്ക്കും KP ധനപാലനും ഒരുപോലെ വിനയാകുകയും ചെയ്യും. മീഡിയ 1, ഡൽഹി.